Good afternoon. Good afternoon. Okay. അപ്പോ നമ്മള് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ കിട്ടിയല്ലോ എല്ലാവർക്കും അല്ലേ? 12-നാണ്, 12-ാം തീയതിക്കല്ലേ, വ്യാഴാഴ്ചയാണ് നിങ്ങൾക്ക് എക്സാം പറഞ്ഞേക്കുന്നേ. അപ്പൊ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂള് അല്ലേ ആയിരിക്കും എക്സാം. അതിനകത്ത് ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കിയല്ലോ. നമ്മുടെ എത്ര ചാപ്റ്റർ വരുന്നുണ്ട്? നമ്മുടെ ഒരു 10 ചാപ്റ്റർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ടെർമിനോളജിയില് നമുക്ക് അബ്രിവേഷനുള്ള ആ ഒരു ചെറിയൊരു പോർഷനും വരുന്നുണ്ട്. ഇപ്പൊ പേപ്പർ 1-ല് നമുക്ക് മൊഡ്യൂൾ 1-ല് 2 ചാപ്റ്റർ വരുന്നേ, ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററി. പേപ്പർ 2 മൊഡ്യൂൾ 2-ല് വന്നത് ഏതൊക്കെയായിരുന്നു? ബ്ലഡ് ബാങ്ക് വരുന്നുണ്ട്, CSSD ഉണ്ട്, റേഡിയോളജി, ഡയറ്ററി, ഡയാലിസിസ്, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, മോർച്ചറി, ആംബുലൻസ് സർവീസ്. ഇത്രയും ചാപ്റ്റേഴ്സ്, 10 ചാപ്റ്റർ ഉണ്ട് നമുക്ക് എക്സാമിന്. പിന്നെ നമ്മൾ ആ ടെർമിനോളജിയുടെ കുറച്ച് അബ്രിവേഷൻ ഇല്ലേ, അബ്രിവേറ്റഡ് ഫോർ ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ ആ കൂട്ടത്തിൽ പഠിക്കാം. ഇത്രയാണ് നമ്മുടെ ഒരു പോർഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ചാപ്റ്റേഴ്സ് ഒക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അതിനകത്ത് നമുക്ക് എല്ലാ ചാപ്റ്ററും ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് റിവൈസ് ചെയ്ത് പോകാം കേട്ടോ. ചാപ്റ്റേഴ്സ് ഒന്നുകൂടി പറയണോ? ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ആ പേപ്പർ തിരിച്ചത് കിട്ടിയില്ലേ? 4 പേപ്പറായിട്ട്. അതിൽ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളോ ഒരുമിച്ചാണ് എക്സാം. അതിനകത്ത് നമുക്ക് മൊഡ്യൂൾ 1-ല് ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസും, മൊഡ്യൂൾ 2-ലാണ് നമുക്ക് ചാപ്റ്റേഴ്സ് കൂടുതൽ വരുന്ന ബ്ലഡ് ബാങ്ക് ഉണ്ട്, CSSD, റേഡിയോളജി, ഡയറ്ററി, ഡയാലിസിസ്, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, മോർച്ചറി സർവീസ്, ആംബുലൻസ് സർവീസ്. അങ്ങനെ 10 ചാപ്റ്റർ. പിന്നെ നമ്മൾ ആ ടെർമിനോളജിയില് അബ്രിവേഷൻ പഠിച്ചില്ലേ, അതും ആ ഒരു സെക്ഷനും. ഇത്രയാണ് നമ്മുടെ വരുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഓക്കെ. ഇനി അപ്പൊ അതിനകത്ത് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഒരു പേജേ ഉള്ളൂ. എന്നാലും നമുക്ക് വിട്ടു കളയാൻ പറ്റില്ല. അത് ചാപ്റ്റർ വൈസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും ഒരു ക്വസ്റ്റ്യനോ എങ്ങാനും ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് പിന്നെ അധികം നമ്മൾ എഴുതിയിട്ടില്ല. അതിനകത്ത് ഒരു WHO-ന്റെ എക്സ്പാൻഡഡ് ഫോം അല്ലെ, എക്സ്പാൻഡഡ് ഫോം പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് ഇംഗ്ലീഷ് വേർഡ്സ് ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോട്ടൽ, ഹോസ്പിസ് are all according to etymology related to the Latin noun. ഇത് വേർഡാ ഹോസ്പസ് അല്ലെ. ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡ് നിന്ന് ഡിറൈവ് ചെയ്തിട്ടാണ് ഹോസ്പിറ്റല്, ഹോസ്റ്റല്, ഹോട്ടല്, ഹോസ്പിസ് എന്ന് പറയുന്നതൊക്കെ. പിന്നെ അതിന്റെ മീനിങ് എന്താ? ഗസ്റ്റ് ഓർ വിസിറ്റർ or one who provide loading or entertainment for the guest or visitor. പിന്നെ നമ്മൾ ഹോസ്പിറ്റല് ഈ ഡെഫിനിഷൻ ഒന്നും ചോദിക്കില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് medical and surgical treatment and nursing care for any ill or injured people. എന്നിട്ട് വേറൊന്നും അങ്ങനെ ചോദിക്കില്ല. ഇനി ചാപ്റ്റർ 2 ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ, അതിൽ 5 ഹോസ്പിറ്റലും പഠിക്കണം കേട്ടോ. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, ഗ്രീക്ക് ഹോസ്പിറ്റൽസ്, റോമൻ ഹോസ്പിറ്റൽസ്, അറബിക് ഹോസ്പിറ്റൽ, ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഇതിനകത്ത് ഒക്കെ ചോദിക്കാം. ഹ്യൂമറാബിസ് കോഡ് ഇതിന്റെ സമയത്ത് in which of the following hospitals was Hammurabi's code existed? ഏത് ഹോസ്പിറ്റലിലാ? മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസില. പിന്നെ അതിനകത്ത് പറയുമായിരുന്നുണ്ട് ഫാദർ ഓഫ് മെഡിസിൻ. Who is the father of medicine? ആരാണ്? ഹിപ്പോക്രാറ്റസ് അല്ലെ. പിന്നെ അതിനകത്ത് വരുന്നത് ഫാദർ ഓഫ് മെഡിസിൻ. പിന്നെ അതിനകത്ത് in which period the military and the slave hospitals existed? ഏത് പീരീഡിലാ മിലിറ്ററി സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റ് ചെയ്തത്? പീരീഡ് ആണ് ചോദിച്ചേക്കുന്നത്. റോമൻ പീരീഡ് കേട്ടോ, റോമൻ പീരീഡ്. അപ്പൊ അതിനകത്തുനിന്ന് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ആ ഹോസ്പിറ്റൽസ് അത് നോക്കുക. പിന്നെ അതിനകത്ത് വരുന്നത് നമുക്ക് ഹോസ്പിറ്റൽ എവല്യൂഷൻ ആണ്. അതിനകത്ത് ഫാദർ ഓഫ് ആയുർവേദ. Who is the father of ആയുർവേദ? ചരക അല്ലെ. ചരക സംഹിത ടെക്സ്റ്റ്. പിന്നെ അതിനകത്ത് എട്രിയ പറഞ്ഞു, ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ
lived in the University of Takshashila. ഇതാണ് ഇട്രിയ. പിന്നെ അതിനകത്ത് യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആർക്കടെ പീരീഡില? അക്ബേഴ്സ് പീരീഡ്. ആർക്കരുത്? ദ ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ്. ഇതൊക്കെ നോക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ പിന്നെ ടെസ്റ്റ് പേപ്പർ ഇട്ടേക്കുന്നതാണ് ആ ചാപ്റ്റർ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരുവിധം പഠിച്ചിട്ടുണ്ടാകും ആ ചാപ്റ്റർ ഒക്കെ. ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററിയും കുഴപ്പമില്ല. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ്, വിച്ച് ഇസ് ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ? ഏത് ഹോസ്പിറ്റലാ? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ അല്ലേ? പെൻസിൽവാനിയ ഹോസ്പിറ്റല്. പിന്നെ അതിനകത്ത് പിന്നെ ലാസ്റ്റ് പേജിൽ ആ ഇയർ ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇയർ അത്രയൊക്കെ ആ ഒരു 2 ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നേ കേട്ടാ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക 2 ചാപ്റ്റർ. പിന്നെ 3ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലഡ് ബാങ്ക് ആണ്. അതിനകത്ത് നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ഇതുള്ളതാണ്. ബ്ലഡ് ബാങ്ക് കുറെയൊക്കെ നമ്മൾ നോക്കി പോയതാണ്. അതും ടെസ്റ്റ് പേപ്പർ ഇട്ടത് കൊണ്ട് നിങ്ങൾ കുറെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ഫസ്റ്റ് വരുന്നത് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. പിന്നെ ബ്ലഡ് ബാങ്ക് എവിടെയായിരിക്കണം? ലൊക്കേഷൻ എവിടെയായിരിക്കണം? ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. പിന്നെ അതിനകത്ത് ഓർഗാനോഗ്രാം ആണ്. ഓർഗാനോഗ്രാമില് കറക്റ്റ് ഓർഗാനോഗ്രാം എഴുതാനായിട്ട് ചോദിക്കാം. പിന്നെ ഇതിനകത്ത് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. ഏതൊക്കെ ടെസ്റ്റ് ആണ് നടത്തുന്നത്. പിന്നെ ആ ഗ്രൂപ്പുകൾ നോക്കണം കേട്ടോ. ഏതൊക്കെ ഗ്രൂപ്പാണ്? യൂണിവേഴ്സൽ ഡോണർ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ്, ഏത് ഗ്രൂപ്പാണെന്നുള്ളത് അത് നോക്കണം. പിന്നെ വരുന്നത് അതിനകത്ത് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് പിന്നെ വരുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യുവൻസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമിനും ചോദിക്കാറുള്ളതാണ്. അതിന് ഏതെങ്കിലും ചോദിക്കും. അതല്ലെങ്കിൽ അതിന്റെ സയന്റിഫിക് നെയിംസ് നമ്മൾ 3 എഴുതിയിട്ടുണ്ട്. അതിലേതെങ്കിലും സയന്റിഫിക് നെയിംസ് ചോദിക്കാം. അല്ലെങ്കിൽ ഓരോന്നിന്റെ ഫങ്ഷൻസ്, ഏത് ബ്ലഡ് സെൽ ആണ്. എക്സാമ്പിൾ ആയിട്ട് ഇൻ വിച്ച് ബ്ലഡ് സെൽസ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ ആൻഡ് ഹെൽപ്പ് ഇൻ ഇമ്മ്യൂൺ പ്രോസസ്. ഏത് ബ്ലഡ് സെല്ലാ? RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഏത് ബ്ലഡ് സെല്ലാ? ഹെൽപ്പ് ഇൻ ഓക്കെ, വെരി ഗുഡ്. WBC ആണ്, ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റ്, ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂ. ഏതാ? RBC ആണ്. പിന്നെ അതിനകത്ത് പ്ലാസ്മ, വാട്ടറി ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഇൻ വിച്ച് ദ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ് സസ്പെക്റ്റഡ്. ഒക്കെ സസ്പെക്ട് ചെയ്ത് കാണും. വാട്ടറി ലിക്വിഡ് പാർട്ടാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് വാട്ട് ഇസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരുന്നുണ്ട്. ട്രാൻസ്ഫ്യൂഷൻ, ദ പ്രോസസ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ ആണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ബ്ലഡ് ടൈപ്പുകൾ നോക്കണം കേട്ടോ. അതിനകത്ത് ഏത് ബ്ലഡ് ടൈപ്പാണ്? ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്താ. ഇനി ബ്ലഡ് ടൈപ്പ് ആണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കണം. ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ ഇപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ. ബ്ലഡ് ടൈപ്പ് ഏതാ? വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ. ഓ എന്ന് മാത്രം എഴുതിയാൽ മതിയോ? ഓ കണ്ടോ, ഇപ്പൊ തന്നെ തെറ്റിച്ചു. ഓ നെഗറ്റീവ്. വെരി ഗുഡ്. ഓ നെഗറ്റീവ് എന്ന് എഴുതാം. ബ്ലഡ് ടൈപ്പ് പറയുമ്പോ അവിടെ ഇത് എഴുതാം നെഗറ്റീവ്. അതും കൂടി ചേർക്കാം. ഓന്ന് മാത്രം എഴുതരുത്. ഓക്കെ, ഓന്ന് മാത്രം എഴുതരുത്. ഓ നെഗറ്റീവ് എന്നും കൂടി എഴുതാം ബ്ലഡ് ടൈപ്പ്. പിന്നെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ AB പോസിറ്റീവ്. അത് രണ്ടും നോട്ട് ചെയ്ത് പഠിക്കണം. പിന്നെ അതിനകത്ത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് അതൊക്കെ നോക്കണം. പിന്നെ അടുത്തത് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബ്ലഡ് ബാങ്ക് മാനേജർ. പിന്നെ ലാസ്റ്റ് വരുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യുന്നത്. ആ ചാപ്റ്ററും കുഴപ്പമില്ലോ. നിങ്ങള് എക്സാം എടുത്തല്ലേ നമ്മൾ ആ 2nd ചാപ്റ്റർ. അപ്പൊ അതുകൊണ്ട് ഒരുവിധം പഠിച്ചിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ CSSD ആണ്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് CSSD. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എക്സ്പാൻഡഡ് ഫോം നോക്കണം CSSD-യുടെ. പിന്നെ അതിനകത്ത് ഒബ്ജക്റ്റീവ്സ്, CSSD-യിലെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസിൽ വരുന്ന ഏതാണെന്നുള്ളത് നോക്കണം. പിന്നെ
3 സോണുകൾ, സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. പിന്നെ അതിനകത്ത് നമ്മൾ ഓർഗാനോഗ്രാം, അവിടെയും CSST ഓർഗാനോഗ്രാം ഉണ്ട്, അതും നോക്കണം കേട്ടോ. അതിന്റെ കറക്റ്റ് ഓർഡർ ശരിയാക്കാൻ വേണ്ടിയിട്ട് അതും ചോദിക്കാറുണ്ട്. പിന്നെ ഫങ്ഷണൽ ഏരിയ, അതും ഇമ്പോർട്ടന്റ് ആണ്. എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ട് CSST? 6 ഫങ്ഷണൽ ഏരിയാസ്. ഏതൊക്കെയാ? റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഓക്കെ, അപ്പൊ അത്രയും ഫങ്ഷണൽ ഏരിയാസ് വരുന്നുണ്ട്. ഫങ്ഷണൽ ഏരിയാസ്: റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഓക്കെ, പിന്നെ അതിനകത്ത് വരുന്നത്, അപ്പൊ അതിനകത്ത് ഓരോ ഇതിനകത്തും അത് കഴിഞ്ഞിട്ട് ഏതിലേക്കാ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ നമ്മൾ കുറച്ച് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ് ആൻഡ് ഡ്രൈഡ് ഇൻ ഓവൻ ഡ്രയർ ആൻഡ് ട്രാൻസ്ഫേർഡ് ടു ഡാഷ് ഏരിയ. ഏത് ഏരിയയിലേക്ക് പോകുന്നേ? വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് പോകുന്നത് ഏത് ഏരിയയിലേക്കാ? പാക്കിംഗ്. ഓക്കെ, പാക്കിംഗ് ഏരിയയിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. പാക്കിംഗ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെറിലൈസേഷൻ ഏരിയ ആണ്. അവിടെ സ്റ്റെറിലൈസേഷൻ എങ്ങനെയാ? സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉണ്ട്, ഗ്യാസ് സ്റ്റെറിലൈസേഷനും നടക്കുന്നുണ്ട്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ഇത്. ഓട്ടോക്ലേവും ഫ്ലാഷ് സ്റ്റെറിലൈസറും സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് നടക്കുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ, കാർഡിയാക് കത്തീറ്റർ, എൻഡോസ്കോപ്പ്, പ്ലാസ്റ്റിക് ഐറ്റംസ്, ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ അവിടെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ പറ്റില്ല. അവിടെ ഏതാണ്? എഥിലീൻ ഓക്സൈഡ് മെഷീൻ അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് നടക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് ഏതാണ്? എഥിലീൻ ഓക്സൈഡ്. എഥിലീൻ ഓക്സൈഡ്. പിന്നെ അതിനകത്ത് വരുന്നത് ETO, എഥിലീൻ ഓക്സൈഡ്. പിന്നെ അടുത്തത് ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ് പറഞ്ഞത്. മെഷീൻ ഈസ് ലാർജ്ലി യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ഫോർ എമർജൻസി പർപ്പസസ്. പിന്നെ ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ഡാഷ് ഏരിയ. ഏത്? സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഏത് ഏരിയയിലേക്ക് പോകുന്നേ? അവിടെ സ്റ്റോറേജ് ഏരിയയിലേക്ക്. ഓക്കെ, സ്റ്റോറേജ് ഏരിയ. അത് കഴിഞ്ഞിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക് വരുന്നത്. അപ്പൊ നമ്മള് ഇവിടെ ഏത് പ്രിൻസിപ്പിൾ അവിടെ ഫോളോ ചെയ്യുന്നത്? റീപ്ലേസ്മെന്റ് ഓഫ് സ്റ്റെറൈൽ ഇൻ കീപ്പിംഗ് ദ ഡിമാൻഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, FIFO അല്ലെ? FIFO പ്രിൻസിപ്പിൾ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ആണ്. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഏതൊക്കെയായിരുന്നു? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ അതിനകത്ത് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഏതാണ്? CSST ഡിസ്ട്രിബ്യൂഷൻ, ക്ലീൻ ഫോർ ഡയറ്റി എക്സ്ചേഞ്ച്, റിക്വസ്റ്റ് അനുസരിച്ച് റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, ക്വാട്ട സിസ്റ്റം. അപ്പൊ അത് നോക്കണം. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് ആ വരുന്നത്. ലാസ്റ്റ് സെക്ഷൻ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. CSST മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയുടെ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ഈ ചാപ്റ്ററും വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ടെസ്റ്റ് പേപ്പർ ഇട്ടത് കൊണ്ട് നിങ്ങൾ കുറെയൊക്കെ വായിച്ച് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? കുഴപ്പമില്ലല്ലോ. അതാണ് കേട്ടോ ഞാൻ വേഗം പറഞ്ഞു പോയത്. നമ്മളൊന്ന് ടെസ്റ്റ് പേപ്പർ എടുത്തല്ലേ. നെക്സ്റ്റ് വരുന്നത് റേഡിയോളജി ആണ്. റേഡിയോളജി നമ്മൾ ടെസ്റ്റ് പേപ്പർ പറഞ്ഞില്ല, എടുത്തതല്ലേ റേഡിയോളജി അല്ലേ? അതിനകത്ത് ഓക്കെ. അപ്പൊ അതിനകത്ത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജിംഗ് ടെക്നിക്കുകളാണ് അതിനകത്ത് ഫസ്റ്റ് പേജിൽ വരുന്നത്. ഏതൊക്കെയായിരുന്നു? എക്സ്റേ വരുന്നുണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്, CT സ്കാൻ ഉണ്ട്, MRI സ്കാൻ ഉണ്ട്. എക്സ്റേ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോൺസിന്റെ കാര്യത്തില്, ബോൺസിന്റെ കേസില് എക്സ്റേ ആണ് വരുന്നത്. പിന്നെ which of the following imaging technology is safest? ഏത് ഇമേജിംഗ് ടെക്നോളജി ഏറ്റവും സേഫസ്റ്റ്? അൾട്രാസൗണ്ട്. ഓക്കെ, അൾട്രാസൗണ്ട് ആണ്. പിന്നെ CT സ്കാൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. MRI എന്നാ? MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. അപ്പൊ അത് 4 പിന്നെ അടുത്ത റേഡിയോളജിക്കൽ വർക്ക് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ക്യാൻസർ, ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം. പിന്നെ അതിനകത്ത് ലൊക്കേഷൻ എവിടെയായിരിക്കണം? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്.
പിന്നെ അതിനകത്ത് അതൊക്കെ നമ്മൾ ആ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വരുന്ന ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ് ആണ്. ഏതൊക്കെയാ? റിസപ്ഷൻ, കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ വേണം, പേഷ്യന്റിന് വെയിറ്റിംഗ് റൂം വേണം, സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയ വേണം, റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. പിന്നെ റേഡിയേഷൻ റിസ്കുകളാണ്, സിവിയർ എഫക്റ്റും ക്രോണിക് എഫക്റ്റിലും വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ വരുന്നത് അവിടെ ഡയഗ്നോസ്റ്റിക് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫോംസുകൾ വരുന്നുണ്ട്. പിന്നെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അത് നോക്കണം കേട്ടോ. റേഡിയേഷൻ പ്രൊട്ടക്ഷനിൽ ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊട്ടക്ഷൻ ഓഫ് which is the protection of workers, വർക്കറിന്റെ ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ റേഡിയോളജി റൂം. then മെഡിക്കൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റിനെയാണ്, which is the protection of patients. then public radiation protection, which is the protection of individual members of the publicന്റെ. ഓക്കെ. പിന്നെ അതിനകത്ത് മെഷേഴ്സ് ആണ്. പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി എന്തൊക്കെ, സംരക്ഷണത്തിനായിട്ട് എന്തൊക്കെ മെഷേഴ്സ് സ്വീകരിക്കാം, സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെ സ്വീകരിക്കാം, ഫോർ പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം പറഞ്ഞേക്കുന്നത് ആണ്. adequate distance between machine and the control panel. എത്രയാ? What is the adequate distance between the machine and the control panel? 3. Okay, 3 meter. പിന്നെ അതിനകത്ത് ഡോസിമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് ടു മെഷർ എക്സ്പോഷർ ടു അയോണൈസിംഗ് റേഡിയേഷൻ ഓവർ എ പീരീഡ്. റേഡിയേഷൻ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഡോസിമീറ്റർ. പിന്നെ അതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഇതും നിങ്ങൾ ഒരുവിധം പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു ചാപ്റ്റർ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാ? ഡയറ്ററി ആണ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഡയറ്ററി സർവീസ് മീൻസ് പ്രൊവൈഡിങ് ഫുഡ് അല്ലെ? ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡയറ്ററി സർവീസ് മീൻ ടു പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു ദ പേഷ്യൻസ്. പിന്നെ അതിനകത്ത് വരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റുകൾ വരുന്നുണ്ട്, അത് നോക്കണം കേട്ടോ. 7 എണ്ണം പറയുന്നുണ്ട്. കാർഡിയാക് ഡയറ്റ്, റീനൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്. അത്രയും എക്സാമ്പിൾസ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്. പിന്നെ അടുത്തത് ലൊക്കേഷൻ, അതും എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ്. It is the ground floor is the department is preferably located. അവിടെയും സ്റ്റാഫിംഗ്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇത് പറയുന്നുണ്ട്. സ്റ്റാഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓർഗാനോഗ്രാം അവിടെ ഉണ്ട്, അത് നോക്കണം. ഏറ്റവും ടോപ്പില് മെഡിക്കൽ സൂപ്രണ്ട് വരുന്നുണ്ട്, തൊട്ട് താഴെ ചീഫ് ഡയറ്റീഷ്യൻ, പിന്നെ ഡയറ്റീഷ്യൻ വരുന്നുണ്ട്, സൂപ്പർവൈസർ, താഴെ കുക്ക് ഓർ അസിസ്റ്റന്റ്, വെയറേഴ്സ്, ക്ലീനേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്, റോൾ ഓഫ് ഡയറ്റീഷ്യൻ 4 എണ്ണം അതിന്റെ കീഴിൽ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതും നോക്കണം. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഡയറ്റ് കൗൺസിലിംഗ് ക്യാൻ ബി ഗിവൺ ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെ കൊടുക്കുന്നത്. പിന്നെ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിഷൻ ഓഫ് മീൽസ് ഇൻ ദ സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിൽ കൊടുക്കുന്ന സേവനങ്ങൾ. അവിടെ വരുന്നവർക്കും കൊടുക്കാം, അഡ്മിറ്റ് ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. പിന്നെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. പിന്നെ ഫങ്ഷൻസ്, ഇതിന് ചോദിക്കാം, ഫങ്ഷൻസ് ഓഫ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്താ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഫുഡ് സർവീസ് സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള തർക്കങ്ങള്, ഡിപ്പാർട്ട്മെന്റിനെതിരെയായിട്ടുണ്ടാകുന്ന കംപ്ലൈന്റ്സുകള്, ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി, പിന്നെ ബിഗ് ഫ്രോഡ്സ്, ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ്, വേസ്റ്റ് ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ ലാസ്റ്റ് അതിനകത്ത് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ആണ്, അതും നോക്കാം. ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ എക്സാം ഇട്ടതല്ലേ?
അന്നേരം പറഞ്ഞപ്പോ കുറെയൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും അത്. ഇനി അടുത്തത് ഡയാലിസിസ്. അതിന്റെ ഇട്ടായിരുന്നോ നമ്മള് ഡയാലിസിന്റെ ടെസ്റ്റ് പേപ്പർ ഇട്ടോ? ഡയാലിസിസ് വരെയാന്ന് തോന്നുന്നു അല്ലെ നമ്മൾ ഇട്ടത്. അതിന് ഇനി 3 ചാപ്റ്റർ ആണ് നമ്മൾ ടെസ്റ്റ് പേപ്പർ ആയിട്ട് പഠിക്കാത്ത. ഓക്കെ, ഡയാലിസിസ് ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഈ ഒരു ചാപ്റ്ററും. അപ്പോൾ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ട്രീറ്റ്മെന്റ് ദാറ്റ് ഫിൽറ്റേഴ്സ് ആൻഡ് പ്യൂരിഫൈ ദ ബ്ലഡ് യൂസിങ് എ മെഷീൻ. കിഡ്നിക്ക് നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം ഒരു പ്രോസസ്സിലൂടെ പുറത്ത് കളയുന്നതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. It's a kind of treatment that remove extra fluids and waste products from blood when the kidneys are not able to do. അപ്പൊ അതിനകത്ത് ഡയാലിസിസ് 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു നമ്മള്. ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആണ്? who have recently lost the kidney function. അതിന് എന്താ പറയുന്നേ? acute renal failure എന്ന് പറയും. acute renal failure. Patient who have recently lost kidney function. Then next ഏതാ? used for patient who have permanently lost kidney function. അതിനെയാണ് chronic or end stage renal failure എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും നോക്കണം. ESKD എക്സ്പാൻഡഡ് ഫോം ആയിട്ടും ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് ഫങ്ഷൻസ് ആണ്, കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആ പറഞ്ഞത്. 3 തരത്തിലുണ്ട്. ഹീമോ ഡയാലിസിസ് ഉണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്, CRRT ഉണ്ട്. ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഹീമോ ഡയാലിസിസ്. ഇവിടെ ഡയാലിസിസ് മെഷീൻ വേണം അല്ലെ? ഡയാലിസിസ് മെഷീൻ ആൻഡ് ഡയാലൈസർ, ആർട്ടിഫിഷ്യൽ കിഡ്നി ഓർ ഡയാലൈസർ യൂസ് ചെയ്യുന്ന ഇതാണ് ഹീമോ ഡയാലിസിസ്. അപ്പൊ അതിനകത്ത് നമ്മൾ ബ്ലഡ് മെഷീനിലേക്ക് ഇട്ട് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് തിരിച്ച് ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ കടത്തുക ചെയ്യുന്നത്. അപ്പൊ ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ നമ്മൾ അസസ് സൈറ്റുകൾ പഠിച്ചു. 3 തരത്തിലുള്ള അസസ് സൈറ്റുകളാണ്. അതെപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അത് AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വാസ്കുലർ അസസ് കത്തീറ്റർ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന്. ഓക്കെ, AV ഫിസ്റ്റുല. AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ. ഓക്കെ, ഇനി ഇത് തന്നെ കണക്ഷൻ ബിറ്റ്വീൻ ആർട്ടറി ആൻഡ് വെയിൻ ദാറ്റ് യൂസസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ്. അത് ശ്രദ്ധിച്ചു നോക്കാട്ടോ. അങ്ങനെ ഒരു കഷ്ണം അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കണക്ഷൻ ഓഫ് എന്നുള്ളത് മാത്രം വെയിൻ ആൻഡ് ആർട്ടറി എന്ന് പറഞ്ഞ് വേഗം തന്നെ ആൻസർ എടുത്ത് എഴുതത്. അതിന്റെ ബാക്കിൽ വാല് പോലെ ഉണ്ടോന്ന് നോക്കണം. ഹോളോ സിന്തറ്റിക് ട്യൂബ് അതാണെങ്കിൽ ഏതാ? AV ഗ്രാഫ്റ്റ് ആണ്. AV ഗ്രാഫ്റ്റ്. പിന്നെ അത് വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈം ഹീമോ ഡയാലിസിസിന് വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, അത് നോക്കണം. പിന്നെ നെഫ്രോളജിസ്റ്റ് ആരാ? കിഡ്നി പ്രോബ്ലംസ് ഒക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടറാണ് നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. നെഫ്രോളജിസ്റ്റ്. പിന്നെ അടുത്ത പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അതെങ്ങനെയാ? നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതിന്റെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഡയാലിസിസിന്നൊക്കെ തന്നെ. മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ നോക്കണം കേട്ടോ. In which of the following dialysis the blood is purified inside your own body instead of using a dialyzer machine? ഇത് ഡയാലിസിസാ? നമ്മുടെ ബോഡി തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഫൈനൽ പെരിറ്റോണിയൽ ഡയാലിസിസില് നമ്മുടെ ലൈനിങ് ഓഫ് ദ അബ്ഡോമൻ ഇത് പറയുന്ന പേരേതാ? പെരിറ്റോണിയം. പിന്നെ ഇതിനകത്ത് നമ്മുടെ നോട്ടിലില്ലാത്ത 3 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ആ ഡയാലിസേറ്റ് ആ സൊല്യൂഷൻ വയറ്റിലേക്ക് നിറയ്ക്കുന്നതിനെയാണ്, ഫില്ല് ചെയ്യണതിനെയാണ് ചില്ല് എന്ന് പറയുന്നത്. പിന്നെ വയറ്റിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ആ സൊല്യൂഷൻ കിടക്കുമ്പോൾ അതിനെ ഡൊൽ എന്ന് പറയും. അത് 4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഡയാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് കളയുന്നതിനെയാണ് ഡ്രെയിൻ, DRAIN. അതും കൂടി അതിന്റെ കൂട്ടത്തിൽ ഓർത്ത് വെക്കണം. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസിൽ അവിടെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. CAPD, CCPD, IPD. അത് 3ഉം നോക്കണം കേട്ടോ. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്, IPD. പിന്നെയാണ് CRRT എന്ന് പറയുന്നത്. മെയിൻലി ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ പീപ്പിൾ വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ. സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ട് ഇന്റൻസീവ് കെയറിൽ ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്നത് CRRT ആണ്. ഓക്കെ, പിന്നെ അതിന്റെ ഡയാലിസിസ്, അതിന്റെ അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് അതുണ്ട്.
പിന്നെ വരുന്ന ആഫ്റ്റർ ഇഫക്ട്സ് ആണ്. അത് രണ്ടും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. ഹീമോഡയാലിസിന്റെയും പെരിറ്റോണിയം ഡയാലിസിന്റെയും ആഫ്റ്റർ ഇഫക്ട്സ് ഏതൊക്കെയാണ്? അതിൽ ഹീമോഡയാലിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏത്? പെരിറ്റോണിയം ഡയാലിസിന്റെയും അതുപോലെ ചോദിക്കാം. പിന്നെ ഡയാലിസിസ് സെന്റർ ആണ് നമ്മൾ പറഞ്ഞത്. ഇസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ് ദ പേഷ്യന്റ് വിത്ത് റീനൽ ഫെയിലിയർ. ഓക്കെ, ഡയാലിസിസ് സെന്റർ. പിന്നെ ലാസ്റ്റ് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതാണ്. ആ ഒരു പേജിനകത്ത് ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ് ആണ്. പിന്നെ അതിനകത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതും ഇതുപോലെ കുറച്ച് പോയിന്റ് തന്നിട്ടുണ്ട്. പിന്നെ ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അത് നോക്കാം. ജോബ് റെസ്പോൺസിബിലിറ്റി ലാസ്റ്റ് വരുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതൊക്കെയാന്നാ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ പറയാ പോയിന്റ് വൈസ് തന്നെ നോക്കാം കേട്ടോ. ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ഇതും നമ്മൾ ടെസ്റ്റ് പേപ്പർ ഇട്ടതുകൊണ്ട് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പഠിച്ചില്ലേ? ഇത്രയും ചാപ്റ്റേഴ്സ് ഒക്കെ ഒരുവിധമൊക്കെ നോക്കിപ്പോയതല്ലേ? ഓക്കെ, ഇനി ബാലൻസ് നിൽക്കുന്ന ഒരു 3 ചാപ്റ്റർ ഉണ്ട് നമുക്ക് അവിടെ. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഉണ്ട്, പിന്നെ ആംബുലൻസ് ഉണ്ട്, മോർച്ചറി സർവീസ് ഉണ്ട്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, അവിടെയും എക്സ്പാൻഡഡ് ഫോം ഉണ്ട്. HAI, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. പിന്നെ അതിനകത്ത് അതിനകത്ത് ഈ ഇൻഫെക്ഷൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അറിയപ്പെടുന്ന മറ്റു 2 പേരുകളാണ്. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നും പറയാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയാം. ഓക്കെ, അത് 3ഉം സെയിം ആണെന്ന് മനസ്സിലാക്കുക. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ, പിന്നെ അടുത്തത് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. The word nosocomial is derived from the Latin word nosocomion, which means ഏതാണ്? ഹോസ്പിറ്റൽ. അതിനെന്താ പറയുന്നത്? ഹോസ്പിറ്റൽ എന്നാണ് മീൻ ചെയ്യുന്നത്. The word nosocomial is derived from the Latin word nosocomion, which means hospital. Okay. Latin word nosocomion. ലാറ്റിൻ വേർഡ് ആണ് കേട്ടോ. ലാറ്റിൻ വേർഡ് നോസോകോമിയോൺ. പിന്നെ അതിനകത്ത് എവിടെ നിന്നൊക്കെ ഇത് അക്വയർ ചെയ്യാം, എവിടെ നിന്നൊക്കെ ഇത് അക്വയർ ചെയ്യുന്നത്, എവിടെ നിന്നൊക്കെ വരാന്ന് പറഞ്ഞേ? ഹോസ്പിറ്റലിൽ നിന്ന് വരാം, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്ന് വരാം, നഴ്സിംഗ് ഹോം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്, ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറി ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ്. മറ്റുള്ള ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ അക്വയർ ചെയ്യാം. പിന്നെ അതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംറ്റംസ് ആണ്. പിന്നെ അതിനകത്ത് വരുന്നത് ആർക്കൊക്കെ വരാം? ഇൻഫെക്ഷൻ അറൈസ് അപ് ടു 48 hours ആഫ്റ്റർ അഡ്മിഷൻ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം നമുക്ക് 48 മണിക്കൂർ വരെ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ, 3 days ആഫ്റ്റർ ദ ഡിസ്ചാർജ് ചെയ്ത് 3 ദിവസം വരെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ, പിന്നെ നമ്മള് ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു കാരണം കൊണ്ട് ആ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുവാണ്, എന്നിട്ട് ഇൻഫെക്ഷൻ വരുവാണെങ്കിലും അതിനെയും നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ് പറയാം. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ്, മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ. ഓക്കെ, കോമൺ ടൈപ്പ് ഓഫ് HAI ആണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ. ഓക്കെ, the symptoms of these infection may be, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന്? ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, വൂണ്ടിൽ നിന്ന് മുറിവ് വരുന്നു, ഫീവർ, അതും കൂടി നോക്കണം കേട്ടോ. കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ, ഹെഡേക്ക്, നോസിയ, വോമിറ്റിംഗ്, ഡയറിയ. അതിനകത്തുനിന്ന് നമ്മള് ഏതാണ് അതിന്റെ മോസ്റ്റ് കോമൺ HAI ഏതൊക്കെയാണെന്നും സിംറ്റംസ് ഏതൊക്കെയാണെന്നും നോക്കാം.
പിന്നെ നെക്സ്റ്റ് പേജിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. നിങ്ങളുടെ പ്രിന്റഡ് നോട്ട് ഉള്ളവർ ഇത് എടുത്ത് വെച്ചോട്ടോ. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ഹോസ്പിറ്റൽ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന്റെ ആ ബബിൾസിൽ തന്നിട്ടില്ലേ ഏതൊക്കെ രീതിയിലൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം, ആ പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ വരുന്ന പല സോഴ്സ് ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. അത് നോക്കണം. അത് പേഷ്യൻസ്, വിസിറ്റേഴ്സിൽ നിന്ന്, ഹോസ്പിറ്റൽ പേഴ്സണിൽ നിന്ന് വരാം, സർജിക്കൽ പ്രൊസീജിയറിലൂടെ വരാം, എയർ, വാട്ടർ, ഫുഡ്, പേഷ്യന്റ്, നോർമൽ ഫ്ലോറ, പിന്നെ ഫോമിറ്റി, മറ്റുള്ള ഒബ്ജക്റ്റ്, ഫോമിറ്റി കണ്ടാമിനേഷൻ, ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കാത്തീറ്റർ. അപ്പൊ ഇത്രയും ഇതൊക്കെ സോഴ്സ് ആണ് അതിനകത്ത്. പിന്നെ അതിനകത്ത് വരുന്നത് ഹു ഈസ് അറ്റ് ദ റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളവര് ആരൊക്കെയാണ്, അതും ഇതിനകത്ത് നോക്കണം. പിന്നെ അതിനകത്ത് വരുന്നത് dash is a test to view the airway and diagnose the lung disease. ഏതാ? dash is a test to view the airway. എയർവേ നോക്കാനും ലങ്സ് ഡിസീസ് ഇതൊക്കെ കുറിച്ചുള്ള ടെസ്റ്റ് ഏതാ? ഞാൻ ഓപ്ഷൻ ലാപ്രോസ്കോപ്പി, ബ്രോങ്കോസ്കോപ്പി, ബയോപ്സി, നൺ ഓഫ് ദ എബോവ്. ഏതാ? എയർവേ, ലങ് ഡിസീസ് ഏതാ വരുന്നേ? ഇതാ ലങ്സിനുമായിട്ട് ബന്ധപ്പെട്ട ഏതാ? ബ്രോങ്കോസ്കോപ്പി ആണ്. ബ്രോങ്കോസ്കോപ്പി. പിന്നെ അതിനകത്ത് ട്രാൻസ്മിഷൻ ആണ്. ട്രാൻസ്മിഷൻ മോഡ്, ഈ ഇൻഫെക്ഷൻ ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പല രീതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. കോണ്ടാക്റ്റിലൂടെ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, ഡ്രോപ്ലെറ്റ്സിൽ കൂടെ വരുന്നുണ്ട്, എയർബോൺ ട്രാൻസ്മിഷൻ, കോമൺ വെഹിക്കൽ ട്രാൻസ്മിഷൻ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. കോണ്ടാക്ട് അറിയാലോ, ഡയറക്റ്റ് ആ പേഷ്യന്റിനെ കോണ്ടാക്ട് ടച്ച് ചെയ്യുമ്പോഴാണ് ഇൻഫെക്ഷൻ വരുന്നത്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒബ്ജക്റ്റുകളിലൂടെ, ഡ്രസ്സിങ്സ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡില്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന വഴി ആ ഒരു ഒബ്ജക്ട്സിലൂടെ ഇൻഫെക്ഷൻ വരികയാണ്. അതിനെയാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡ്രോപ്ലെറ്റ്സ്, വായുവിലൂടെ, വായുതുള്ളികളിലൂടെ നമ്മൾ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. പിന്നെ എയർബോൺ, എയറിൽ കൂടെ വരാം. പിന്നെ കോമൺ വെഹിക്കൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഏതൊക്കെയാ? ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസസ്, എക്യുപ്മെന്റ്സ്. ഇതൊക്കെ കോമൺ വെഹിക്കൽ ട്രാൻസ്മിഷനിൽ വരുന്നതാണ്. പിന്നെ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ, മൈക്രോ ഓർഗാനിസംസ് ആണ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ലിവിങ് ഓർഗാനിസംസ് അതാണ് വെക്ടേഴ്സ്. വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ ഓർഗാനിസം വഴി, ലിവിങ് ഓർഗാനിസം വഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. മോസ്കിറ്റോ, ഫ്ലൈസ്, റാറ്റ്, വെർമിൻ, ട്രാൻസ്മിറ്റ് ഓർഗാനിസം, ഇതൊക്കെ വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ വരുന്നതാണ്. അപ്പൊ അത് രണ്ടും നോക്കണം കേട്ടോ. പിന്നെ വരുന്നത് അതിന്റെ പ്രിവെന്റീവ് മെത്തേഡ്, ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിവെന്റീവ് മെത്തേഡുകൾ ഏതൊക്കെയാണ്. അപ്പൊ പ്രിവെന്റീവ് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാന്ന് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. പ്രിവെന്റീവ് മെത്തേഡിൽ വരുന്നത് ഏതൊക്കെയാണ്? Which of the following means cannot be included that prevent HAI? പ്രിവെന്റ് ചെയ്യാത്ത പ്രിവെന്റീവ് മെത്തേഡ് അല്ലാത്ത ഏതൊക്കെയാന്ന് ചോദിച്ചേക്കണേ. സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, അസിഡിഫിക്കേഷൻ. ഏതാ പ്രിവെന്റീവ് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാ? അസിഡിഫിക്കേഷൻ. അത് ഞാൻ മോക്ക് ടെസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കാട്ടോ. പ്രിവെന്റീവ് മെത്തേഡിൽ വരുന്നത് സാനിറ്റേഷൻ വരുന്നുണ്ട്, സ്റ്റെറിലൈസേഷൻ വരുന്നുണ്ട്, ഐസൊലേഷൻ വരുന്നുണ്ട്, ഹാൻഡ് വാഷിംഗ് വരുന്നുണ്ട്. പിന്നെ അടുത്ത പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ഇതാ PPE എക്സ്പാൻഡഡ് ഫോം ആയിട്ട് നോക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ വരുന്നത് ഏതൊക്കെയാന്ന് നോക്കണം കേട്ടോ. ഗ്ലൗസ്, ഗൗണ്, മാസ്ക്, ഐവെയർ, ഇതൊക്കെ PPEയിൽ വരുന്നതാണ്. പിന്നെ അടുത്തത് അഡീഷണൽ പ്രിക്കോഷൻസ് വരുന്നുണ്ട്, ഡ്രോപ്ലെറ്റ്സ്, ആന്റി മൈക്രോബിയൽ സർഫസ്. ഇത്രയാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് ആരൊക്കെയാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ആരൊക്കെയാന്ന് ചോദിക്കാം. അപ്പൊ ആരൊക്കെയാ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നത്? ചെയർപേഴ്സൺ വരുന്നുണ്ട്, മെമ്പർ സെക്രട്ടറി ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് വരുന്നുണ്ട്, സപ്പോർട്ട് സർവീസസ് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾ എന്താണെന്നുള്ളത്.
പിന്നെ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് അത് വേണ്ട, അത് പഠിക്കണ്ട, അത് നിങ്ങൾ തിയറി പോലെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മോർച്ചറിയാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോയതാണ്, ടെക്സ്റ്റ് പേപ്പർ ഇട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മോർച്ചറി ക്വസ്റ്റ്യൻ ആൻസർ സിസ്റ്റം തന്നിട്ടുണ്ട് മോർച്ചറിയുടെ. അതിനകത്ത് നമ്മള് മോർച്ചറിയില് മോർഗ് എന്ന് പറഞ്ഞ ടേം ഡിറൈവ് ചെയ്തേക്കുന്നത് ഏതാ? ഫ്രഞ്ച് വേർഡ് ആണ്. ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. ഫ്രഞ്ച് വേർഡ് മോർഗ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് മോർഗ് എന്ന പദം ഡിറൈവ് ചെയ്തേക്കുന്നത്. നമ്മൾ മോർഗ് എന്നല്ല യൂസ് ചെയ്യാറ്, നമ്മൾ മോർച്ചറി എന്നാണ് പറയാറ്. പിന്നെ മീനിങ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മോർഗ്? എന്താ? ടു ഡെഡ് റൂം എന്നൊക്കെ നമുക്ക് പറയാം മോർച്ചറിക്ക്. മീനിങ് മോർഗ് എന്ന് പറഞ്ഞാൽ ടു ഹോൾഡ് സീരിയസ്ലി. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞത് നീഡ് ഫോർ മോർച്ചറി, മോർച്ചറിയുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ്? നീഡ് 3-4 പോയിന്റ് തന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ ഡെഡ് ബോഡീസ്, ക്ലെയിം ചെയ്യാത്ത ഡെഡ് ബോഡീസ് that are not claimed are kept mortuary for dash hours. എത്ര മണിക്കൂർ വെക്കാം? ക്ലെയിം ചെയ്യാത്ത ബോഡി എത്ര ടൈം വെക്കണം എന്നാണ്? 72 hours, 22 മണിക്കൂർ അവിടെ വെക്കണതിന് ശേഷം, അതിനുശേഷമാണ് ആരും വേറെ വന്നിട്ടില്ല ക്ലെയിം ചെയ്തിട്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഇതൊക്കെ അനുസരിച്ച് അത് ബെറി ചെയ്യാനുള്ളത് ചെയ്യാം. പ്രൊസീജിയറിലേക്ക് കിടക്കാം നമുക്ക്. അതുവരെയും നമ്മൾ 72 മണിക്കൂർ അവിടെ വെക്കണം. പിന്നെ വരുന്നത് അതിനകത്ത് COPP, കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട്. പിന്നെ അതിനകത്ത് വരുന്നത് ലൊക്കേഷൻ വരുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ പറഞ്ഞത്? എങ്ങനെയായിരിക്കണം? അധികം എല്ലാവരും പെട്ടെന്ന് എത്തുന്ന നമ്മൾ ഫ്രണ്ടിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട, എല്ലാത്തിനും ഒഴിഞ്ഞൊരു ഒബ്സ്ക്യൂർ പ്ലേസ് ആയിരിക്കണം, ഒരു അവ്യക്തമായ സ്ഥലത്തായിരിക്കും എന്നാ പറഞ്ഞ്. ദ ലൊക്കേഷൻ ഷുഡ് ബി ഇൻ ആൻ ഒബ്സ്ക്യൂർ പ്ലേസ്, ഒരു അവ്യക്തമായ സ്ഥലത്തായിരിക്കണം. പിന്നെ അതിന്റെ വരുന്നത് ഫങ്ഷണൽ ഏരിയാസ്, അത് നോക്കണം കേട്ടോ. ഫങ്ഷണൽ ഏരിയാസ് വരുന്ന ഏതൊക്കെയാ? പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, റിസപ്ഷൻ ഏരിയ ഉണ്ട്, ട്രോളി ബേ, വെയിറ്റിംഗ് ഏരിയ, പിന്നെ സ്റ്റോറേജ് ചേംബർ, നെഗറ്റീവ് അതിനകത്ത് പോസ്റ്റ്മോർട്ടം റൂം, ഓഫീസ് റൂം, ഡോക്ടേഴ്സ് റൂം, സ്റ്റോർ റൂം, റൂം ഫോർ ടെക്നീഷ്യൻ ആർ അസിസ്റ്റന്റ്, ചേഞ്ചിങ് റൂം, ടോയ്ലറ്റ്സ്, ഇതൊക്കെ ഫങ്ഷണൽ ഏരിയയിൽ വരുന്നതാണ്. പിന്നെ കോൾഡ് ചേംബറിൽ നമ്മൾ പോസിറ്റീവ് ചേംബറും നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബറും പറഞ്ഞു നമ്മൾ. അതിനകത്ത് എത്ര ഡിഗ്രി ആണെന്നൊക്കെ ഉള്ളത് നോക്കണം കേട്ടോ. ബോഡീസ് പോസിറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ 2 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 4 ഡിഗ്രി. നെഗറ്റീവ് ആണെങ്കിൽ -15 ഡിഗ്രി സെൽഷ്യസ് ടു -25 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. പിന്നെ പലതരത്തിലുള്ള മോർച്ചറികൾ. വെയിറ്റിംഗ് മോർച്ചറി എന്തിനു വേണ്ടിയാ? മരിച്ച വ്യക്തി യഥാർത്ഥത്തിൽ മരിച്ചു, അവരുടെ മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എവിടെ? അതുവരെ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നതാണ് വെയിറ്റിംഗ് മോർച്ചറി. പിന്നെ ഹോസ്പിറ്റൽ മോർച്ചറി, ഹോസ്പിറ്റലിലെ കെയർ സെന്റർ, ഹോസ്പിസ്, റിട്ടയർമെന്റ് ഹോംസ്, അതിന്റെ ഉള്ളിൽ വരുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി. അവിടെ ഉള്ള സാലറീഡ് പേഴ്സൺ ഒരു പേരുണ്ടല്ലോ, എംപ്ലോയി സാലഡ്. ഏതാണ്? സാലറീഡ് പേഴ്സണൽ ഈസ് കോൾഡ് മോർട്ടീഷ്യൻ. ഹോസ്പിസ് ആണോ? ഏതാണ്? ഹോസ്പിറ്റലിലുള്ള ആ സാലറീഡ് പേഴ്സൺ, ആ മോർച്ചറിയിലുള്ള സാലറീഡ് പേഴ്സണ് പറയുന്നത് മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ. ഏതാണ് ഓപ്ഷൻ എന്ന് നോക്കാട്ടോ. ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ. പിന്നെ അടുത്ത പ്രൈവറ്റ് മോർച്ചറി ആണ് പറയുന്നത്. പ്രൈവറ്റ് മോർച്ചറി ഇസ് ദ സ്ട്രക്ചർ ടു റിസീവ് റിമെയിൻ വെയിറ്റിംഗ് ഫോർ ബെറിയൽ ഓർ ക്രിമേഷൻ. ഒരു ശവസംസ്കാരത്തിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന അവശിഷ്ടങ്ങളുടെ ഡെഡ് ബോഡീസിന്റെ ഒക്കെ ഒരു സ്വകാര്യ ഘടനയാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത മെയിൻറ്റെയിൻ ദ മോർച്ചറി കോംപ്ലക്സ്. പിന്നെ വരുന്നത് ഓട്ടോപ്സി ആണ്. ഓട്ടോപ്സി എന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം അല്ലെ? ബോഡി ആൻഡ് എക്സാമിനേഷൻ ഓഫ് ദ ബോഡി ആഫ്റ്റർ ഡെത്ത്. ഓട്ടോപ്സി 2 തരത്തിലുള്ള ഓട്ടോപ്സി ഉണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി ഉണ്ട്, പിന്നെ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ML ഓട്ടോപ്സി ഉണ്ട്. ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാ?
ക്ലിനിക്കൽ ഓട്ടോപ്സി എന്തിനു വേണ്ടിയിട്ടാ? ഡിസീസ്, എന്ത് രോഗം കൊണ്ടാണ് മരിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ക്ലിനിക്കൽ ഓട്ടോപ്സി. പിന്നെ ML ഓട്ടോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മരണകാരണം കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട്, മരണകാരണം കണ്ടുപിടിക്കാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ടല്ലോ അവിടെ. ടൈം ഓഫ് ഡെത്ത്, കോസ് ഓഫ് ഡെത്ത് ആൻഡ് സിറ്റുവേഷൻ ഓഫ് ദ ഡെത്ത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ML ഓട്ടോപ്സി. അപ്പൊ മെഡിക്കൽ ലീഗോ ഓട്ടോപ്സി അത് ആരാ ചെയ്യുന്നത്? ഫോറൻസിക് എക്സ്പേർട്ടുകളായിരിക്കും ചെയ്യുന്നത്. ക്ലിനിക്കൽ ഓട്ടോപ്സി പത്തോളജിസ്റ്റ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. പിന്നെ പർപ്പസ് എന്താണെന്നുള്ളത് കേട്ടോ, ML ഓട്ടോപ്സിയുടെ പർപ്പസ് എന്തൊക്കെയാണ്, അപ്പൊ അത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇപ്പൊ പറഞ്ഞു പോണതൊക്കെ നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് വേഗം പറയണമെന്നുള്ളൂ. പിന്നെ വരുന്നതാണ് ആംബുലൻസ്. പല ടൈപ്പ്, ഫസ്റ്റ് തന്നെ പല ക്ലാസിഫിക്കേഷനാണ് വരുന്നത് ആംബുലൻസിന്റെ. ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ചിട്ട് തന്നെ ആംബുലൻസിനെ നമുക്ക് പല രീതിയിൽ തിരിക്കാം. ഏതൊക്കെ? എമർജൻസി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എമർജൻസി ആംബുലൻസ്, പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പേഷ്യൻസിനെ ഇപ്പൊ ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകണം, തിരിച്ച് ഡയാലിസിസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ളതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. പിന്നെ ആംബുലൻസ് ബസ്. ആംബുലൻസ് ബസ് എന്താ? ഹ്യൂജ് ആംബുലൻസ് ആണ് അല്ലെ. ഇപ്പൊ പെട്ടെന്ന് ഒരു അപകടം ഉണ്ടായി, ഒരുപാട് പേർക്ക് 10-20 പേരെ ഒരേ സമയം കൊണ്ടുപോകാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ അത്രയും പേർക്കൊക്കെ ഒരുമിച്ച് അപകടം പറ്റുമ്പോൾ അവരെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആംബുലൻസ് ബസ്. ചാരിറ്റി ആംബുലൻസ്, ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ബാരിയാട്രിക്കോ, ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത്. പിന്നെ റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, ഇങ്ങനെ മരിച്ച ഈ ആക്സിഡന്റോ ഹാർട്ട് അറ്റാക്കോ ഒക്കെ പറ്റി പെട്ടെന്ന് മരിക്കുന്ന ആളുകളെ പെട്ടെന്ന് അവർക്കുടെ ഓർഗൻസ് റിക്കവർ ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി അവരെ ഷിഫ്റ്റ് ചെയ്യുന്നത്, അതാണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. പിന്നെ സൈക്യാട്രിക് എമർജൻസിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സൈക്യാട്രിക് ആംബുലൻസ് ഉണ്ട്. പിന്നെ അടുത്തത് ബേസ്ഡ് ഓൺ ദി ലെവൽ ഓഫ് കെയർ, നമുക്ക് തരുന്ന കെയർ അനുസരിച്ച് ആംബുലൻസിന് വീണ്ടും നമുക്ക് പല ടൈപ്പ്, 4 ടൈപ്പായിട്ട് തിരിക്കാം. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. ടൈപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും അതിനകത്ത് ഇല്ല, മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്തതാണ് ടൈപ്പ് ബി. പിന്നെ ടൈപ്പ് എയില് മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്തത് ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇതായിട്ടുള്ളത്. ടൈപ്പ് സിയില് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്നുവെച്ചാൽ അടിസ്ഥാന ഒരു നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എന്താ പറയുക, ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ എക്യുപ്മെന്റ്സുകളൊക്കെ ആ ആംബുലൻസിൽ ഉണ്ടായിരിക്കും. പിന്നെ ടൈപ്പ് ഡി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ടൈപ്പ് ആംബുലൻസ് ആണ്. അപ്പൊ അതിനകത്ത് കുറേ കൂടി ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ഇപ്പൊ ECG മെഷീൻ, വെന്റിലേറ്റർ, ഓക്സിജൻ സിലിണ്ടർ, പിന്നെ അതുപോലെ തന്നെ പൾസ് ഓക്സിമീറ്റർ, റെസിസ്റ്റേഷൻ കിറ്റ്, സക്ഷൻ മെഷീൻ, നെബുലൈസർ, BP അപ്പാരറ്റസ്, ഇങ്ങനെയുള്ള കുറച്ചും കൂടി അത് അഡ്വാൻസ്ഡ് ആണ്. അങ്ങനെയുള്ള കുറച്ചും കൂടി ഫെസിലിറ്റി കൂടുതലുള്ളതാണ് ടൈപ്പ് ഡി ആംബുലൻസ്. പിന്നെ അതിനകത്ത് ആംബുലൻസിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളാണ് പറയുന്നത്. 2-way റേഡിയോ, അതൊക്കെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതാണ്. മൊബൈൽ ഡാറ്റ ടെർമിനൽ, എവിഡൻസ് ഗ്യാതറിംഗ്, CCTV, ചെയിൻ ലിഫ്റ്റ് ഓർ റാമ്പ്, ചെരിഞ്ഞ ഇത് സ്ട്രക്ചറും ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ആംബുലൻസിലേക്കൊക്കെ ഉള്ളിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയിൻ ലിഫ്റ്റ് ഓർ റാമ്പുകള്. ട്രോമ ലൈറ്റിംഗ് പറഞ്ഞല്ലോ, ആംബുലൻസിൽ ഈ സാധാരണ നോർമൽ ലൈറ്റിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ നേരത്ത് അവിടെ ട്രോമ ലൈറ്റിംഗ്, ബ്ലൂവോ റെഡ് കളറോ ഒക്കെ ഉള്ള ട്രോമ ലൈറ്റിംഗ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. പിന്നെ അടുത്ത എയർ കണ്ടീഷനിങ്, നമ്മളൊരു പ്രത്യേക ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ കണ്ടീഷനിങ് ഉണ്ടാവും. പിന്നെ അടുത്തത് ഡാറ്റ റെക്കോർഡ്സുകൾ. പിന്നെ അടുത്ത സിംബലുകളാണ് പാസീവ് വിഷ്വൽ വാർണിംഗ്, പറഞ്ഞത് സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, റെഡ് ക്രസന്റ്, മാൾട്ടീസ് ക്രോസ്, ഒക്കെ പല പാസീവ് വിഷ്വൽ സിംബലുകൾ. അത് എപ്പോഴും ആംബുലൻസിൽ എങ്ങനെ ഉണ്ടാവും, പാസീവ് ആണത്. എമർജൻസി ആയിട്ട് പോകുമ്പോൾ മാത്രമല്ല എപ്പോഴും ഉണ്ടാവും അങ്ങനെയുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബാറ്റൻബർഗ് മാർക്കിങ്, ഇതൊക്കെ അതിനകത്ത് നമ്മള് ഇന്ത്യയില് നമ്മൾക്ക് സ്റ്റാർ ഓഫ് ലൈഫും റെഡ് ക്രോസും ആണ് സാധാരണയായിട്ട് നമ്മുടെ ഇവിടെ ഇന്ത്യയില് ഇത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് ആണ്, അത് ലൈറ്റുകള് ഒക്കെ ഇല്ലേ, അതൊക്കെയാ വരുന്നത്. നമുക്ക് ആംബുലൻസ് വാർണിംഗ് ബീക്കണുകള്, അതിന്റെ കോമൺ കളേഴ്സ് ബ്ലൂ, റെഡ്, ആംബർ, വൈറ്റ്, ഇതൊക്കെ കോമൺ കളേഴ്സ് ആയിരിക്കും. പിന്നെ അതിനകത്ത് നമ്മള് ഇതിനകത്ത് 360 ഡിഗ്രി കവറേജ് ഉള്ള ആക്റ്റീവ് വാർണിംഗ് ലൈറ്റുകൾ ഉണ്ടാവും അതിനകത്ത്. പിന്നെ ഫ്ലാഷിംഗ് LED ബൾബ് ഉണ്ടാവും.
പിന്നെ അടുത്ത ഓഡിയബിൾ വാർണിംഗ് ആണ്. സൈറനുകൾ, പലതരത്തിലുള്ള സൈറനുകൾ ഉണ്ടെന്ന് പറയാം. എമർജൻസി അനുസരിച്ച് സൈറൻസുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. ആദ്യം മെക്കാനിക്കൽ ബെല്ലായിരുന്നു ആംബുലൻസിന് മുകളിലുള്ളത്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സൈറനുകളാണ്. അപ്പൊ ആ ഡ്രൈവറിന് തന്നെ എന്ത് ചെയ്യാം, അതിന്റെ എമർജൻസി അനുസരിച്ച് സൗണ്ട് അവർക്ക് തന്നെ ചേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ അടുത്തത് കോസ്റ്റ് ആണ്. ആംബുലൻസിന്റെ കോസ്റ്റ് അനുസരിച്ച് പലതരത്തിലുള്ള ഇതായിട്ട് തിരിക്കാം. ഏതൊക്കെ ഗവൺമെന്റ് ഫണ്ടഡ് ഉണ്ട്, പിന്നെ പ്രൈവറ്റ് വ്യക്തികൾ നടക്കുന്ന പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് ഉണ്ട്, ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതുണ്ട്, ചാരിറ്റി ഫണ്ടഡ് സർവീസ്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ചാരിറ്റി പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ പേഷ്യന്റ് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ചാരിറ്റി ഫ്രീ ആയിട്ട് അവർക്ക് ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു പ്രത്യുപകാരം എന്ന നിലയിൽ ആ പേഷ്യന്റ് ഉപയോഗിച്ച എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ചാരിറ്റിക്ക് നമുക്ക് കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെയുള്ളത്. ഹോസ്പിറ്റൽ ഫണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ഇപ്പൊ ഒരാഴ്ച 2 ആഴ്ച അഡ്മിറ്റ് ആയിട്ട് ആ പേഷ്യന്റ് മരിക്കുകയാണെങ്കിൽ ഇപ്പൊ അത്രയും ദിവസം കിടക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഒരു എമൗണ്ട് ആ പേഷ്യന്റിന് ഈടാക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന നിലയിൽ അവിടെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിലേക്ക് മരിക്കുകയാണെങ്കിൽ ആ ഡെഡ് ബോഡി അവര് ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് എത്തിക്കും. അതിന് വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും ഈടാക്കുന്നില്ല. ഇതാണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആംബുലൻസിന് എമർജൻസി കോള് വിളിക്കുന്ന നമ്പർ എത്രയാ, 108 ആണ്. ഓക്കെ. പിന്നെ ക്രൂയിങ് ആണ്. ആംബുലൻസിന്റെ ക്രൂയിങ് വരുന്നുണ്ട്. ഫസ്റ്റ് റെസ്പോണ്ടർ, ആംബുലൻസ് ഡ്രൈവർ, നോൺ എമർജൻസി അറ്റൻഡന്റ്, എമർജൻസി കെയർ അസിസ്റ്റന്റുകള്, പിന്നെ അടുത്തേതാ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, രജിസ്ട്രേഡ് നേഴ്സ്, പാരാമെഡിക്സ്, എമർജൻസി കെയർ പ്രാക്ടീഷണർ, ഫിസിഷ്യൻ അസിസ്റ്റന്റ്, ഫിസിഷ്യൻ. അതാണ് ക്രൂയിങ്. ഇത്രയും 10 ചാപ്റ്റർ ഉണ്ട്. പിന്നെ ടെർമിനോളജിയില്, മെഡിക്കൽ ടെർമിനോളജിയില് നമ്മൾ നോട്ട് ചെയ്തെടുത്തില്ലേ, അത് മാത്രം പഠിച്ചാൽ 2 or 3 അബ്രിവേറ്റഡ് ഫോമും ചോദിക്കുക അതിനകത്ത് നിന്ന് കേട്ടോ. ഓക്കെ, അത്രയൊക്കെയാണ് ചാപ്റ്റേഴ്സ് ഉള്ളത്. ഒരുവിധം എല്ലാ ചാപ്റ്ററും ഒന്ന് ഓടിച്ച് വേഗം പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടോ, പരീക്ഷയില് പഠിച്ചു തുടങ്ങിയോ? ഡേറ്റ് ഇന്നലെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്തില്ലേ? ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ഡേറ്റ്? ഇന്നലെ പറഞ്ഞു. ഇന്നലെ തുടങ്ങി പഠിച്ചു തുടങ്ങിയോ? കുറച്ചിരുന്ന് പഠിച്ചോട്ടോ. ഇപ്പൊ അമ്മമാരൊക്കെ ആണെങ്കിൽ പിള്ളേരൊക്കെ എക്സാമിന് പോയി കഴിയുമ്പോ ബാക്കി അതില് ഫ്രീ ആണല്ലോ നിങ്ങക്ക്. ഇന്നും കൂടി എല്ലാവരും നിങ്ങക്ക് ക്ലാസ് പറഞ്ഞിട്ടുള്ളൂ. നാളെ മുതൽ ഇനി ക്ലാസ് ഇല്ലല്ലോ നിങ്ങക്ക്. സ്റ്റഡി ലീവായിട്ട് നിങ്ങൾക്ക് അപ്പൊ ഇരുന്ന് പഠിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് ഒക്കെ നല്ല വൃത്തി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, നല്ലൊരു കാര്യമാണ്. ഒരുവിധമൊക്കെ നമ്മൾ പറഞ്ഞു പോന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യും. 1-2 ചാപ്റ്റർ ഒക്കെ വീതം നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓരോരുത്തർക്കൂടെ എടുക്കുക. ഒരാൾക്കടെ മാത്രം പഠിക്കാതെ എല്ലാവർക്കുടെയും ഒരു ദിവസം 2 ചാപ്റ്ററോ ഒക്കെ വീതം കവർ ചെയ്ത് പോവുക. ഈ 120 ജയിക്കാൻ എത്രയാണ് മേഡം? 120 ജയിക്കാൻ എത്ര വേണം? അതൊക്കെ നിങ്ങൾക്കൊക്കെ കിട്ടൂന്നേ. ഓക്കെ മേഡം, എനിക്ക് സത്യം പറഞ്ഞ വലിയ പേടിയില്ല മേഡം. മോക്ക് ടെസ്റ്റിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടോ? മോക്ക് ടെസ്റ്റ് പോലെ തന്നെയല്ലേ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സാമുമായിട്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുന്നേ പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കില്ല. നിങ്ങൾ മാക്സിമം ഇരുന്ന് പഠിക്കുക. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാനിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാനും നല്ല രീതിയിൽ എഴുതാനും. പേടിക്കൊന്നും വേണ്ട, പറഞ്ഞില്ലേ, എല്ലാവർക്കും എളുപ്പമായിരിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ ഇപ്പൊ തന്നെ എല്ലാ ചാപ്റ്ററും നമ്മളൊന്ന് ഓടിച്ച് പറഞ്ഞു പോയില്ലേ. നമ്മൾ ഒരു പൊക്ക പോലെയെങ്കിലും എല്ലാവർക്കും തലയിൽ ഉണ്ടാവും ഇത്രയും ചാപ്റ്റേഴ്സ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സമയം ഉണ്ടല്ലോ നിങ്ങൾക്ക്. ഇനിയും ഉണ്ട്, ഒരാഴ്ച ഉണ്ടല്ലോ. ഇന്ന് വ്യാഴാഴ്ചയായിട്ടല്ലേ ഉള്ളൂ. മാഡം, ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട ഒരു ഓർമ്മ വെച്ചാൽ മോക്ക് ടെസ്റ്റ് ചില സമയം 4-5 ഒക്കെ മാർക്ക് കിട്ടാറുണ്ട്. മോക്ക് ടെസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ഓർമ്മ വെച്ചാണ് ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യണത് മേഡം. രാത്രി ഇങ്ങനെ കുഞ്ഞു പിള്ളേർക്കുടെ ഫോൺ ഫീഡിങ് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കല്ലേ. അപ്പൊ നിങ്ങൾ ഓൾറെഡി കുറെയൊക്കെ തന്നെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ബാക്കി ഇനി നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ ആ സമയം കളയാതെ സമയം അനുസരിച്ചൊക്കെ ഒന്ന് നിങ്ങൾ കുറച്ചായിട്ട് തീർത്താൽ മതിയല്ലോ. ഒറ്റയടിക്ക്
ഫുള്ള് തീർക്കണമെന്നില്ല. ആകെ എത്ര ചാപ്റ്റർ വരുന്നുണ്ട്? ഫസ്റ്റ് മൊഡ്യൂളിൽ 13 ചാപ്റ്റർ ഉണ്ട്, സെക്കൻഡ് മൊഡ്യൂളിൽ 15 ചാപ്റ്റർ. ഇത്രയല്ലേ വരുന്നുള്ളൂ. 28 ചാപ്റ്റർ അല്ലേ ഉള്ളൂ എക്സാമിന്. അപ്പൊ നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി, ഒരു ദിവസം ഞാൻ ഇത്ര ചാപ്റ്റർ പഠിക്കാം. എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും സിമ്പിൾ അല്ലേ ചാപ്റ്റേഴ്സ്? അങ്ങനെ ടഫ് ഒന്നുമില്ല ഇതിനകത്ത്. ഈ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലൊന്നും ടഫ് ചാപ്റ്റേഴ്സ് ഒന്നും വരുന്നില്ല. ഇനി കുറച്ച് ഇതുപോലെയല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഇച്ചിരി വലിയ വലിയ ചാപ്റ്റേഴ്സ് ആയിരിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെയൊക്കെ അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി നിങ്ങൾക്ക്. അതിനകത്ത് ടെർമിനോളജി മാത്രമാണെന്ന് തോന്നുന്നു ഒരുപാട് ഒരു വലിയ ചാപ്റ്റർ വന്നത്. അതിലും ശരണ്യ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ, ഇമ്പോർട്ടന്റ് പഠിക്കേണ്ടത് പറഞ്ഞു തന്നില്ലേ? നോട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ? അപ്പൊ അത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഉള്ളത് മുഴുവനും വാരി വലിച്ച് പഠിക്കണ്ട. ആ നോട്ട് ചെയ്യാൻ പറഞ്ഞത് മാത്രം അതിൽ നിന്ന് പഠിച്ചാൽ മതി. എന്തായാലും ആ ചാപ്റ്ററിൽ നിന്ന് ഒരു 3-4 എണ്ണം ചോദിക്കും. വലിയ ചാപ്റ്റർ ആണല്ലോ അപ്ഡേറ്റഡ് ഫോം. അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോ എല്ലാവരും വാരി വലിച്ച് എഴുതണ്ട. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഓരോന്ന് കാണുമ്പോൾ അത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതും ഒഴിവാക്കരുത്. ഇതിന്റെ ഒപ്പം തന്നെ ആ ഒരു ഇതും പഠിക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് പറയുന്ന ഏരിയയും ഇത് മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെയൊക്കെ ഉണ്ടാവുള്ളൂ ക്വസ്റ്റ്യൻസ്. ഇതുവരെ വേറെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. എത്രയോ ബാച്ചുകൾ നമ്മൾ എക്സാം കഴിഞ്ഞ്, നിങ്ങള് തൊട്ട് മുന്നേയുള്ള ബാച്ചിന് അവർക്ക് ഫൈനൽ എക്സാം ആണ്. മിസ്സേ, അതുപോലെ ഗൂഗിൾ മീറ്റിൽ തന്നെയാണോ എക്സാം നടക്കുമല്ലേ? പറഞ്ഞ അതേക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഇപ്പൊ ഇരുന്ന് പഠിച്ചോണ്ട് എക്സാമിന് മുന്നേ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതേക്കുറിച്ച് എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അത് പറഞ്ഞിട്ടുണ്ട്, ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് എക്സാം എഴുതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാവും ഒരു ടെൻഷൻ, അയ്യോ എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ അത് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഇരുന്ന് പഠിക്കാം. നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കുക. എന്തായാലും നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു തരും എങ്ങനെ ചെയ്യണ്ടേ എന്നുള്ളതൊക്കെ. ലിങ്ക് വഴിയാണ്. ലിങ്കിൽ കയറി ഓപ്പൺ ചെയ്ത് കയറുക, ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ. ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് വായിക്കുക, എന്നിട്ട് അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്താൽ മതിയല്ലോ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് വളരെ ശ്രദ്ധിച്ച് തന്നെ വായിക്കുക. കൺഫ്യൂസ്ഡ് ആവണ്ട, ടെൻഷൻ അടിക്കേണ്ട. സമയം ഉണ്ടാകും, അത് ഞാൻ ഷുവർ ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ബാക്കി ബാലൻസ് എന്തെങ്കിലും സമയം വരും. നിങ്ങൾ അങ്ങനെ ഓർക്കണ്ട. ക്വസ്റ്റ്യൻ ഓരോന്നും വളരെ കൂളായിട്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാം. അതിന്റെ കറക്റ്റ് ഓപ്ഷൻ ടിക്ക് ചെയ്യുക. അത്ര ഉള്ള ഇതുള്ളൂ. വേറെ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ പഠിച്ചില്ലേ, ഇത്രയും ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്താ ഒരുവിധമൊക്കെ പഠിച്ചിട്ടുണ്ട് എല്ലാവരും. ഇനി ആ ക്വസ്റ്റ്യൻസ് വരുമ്പോ ഒന്ന് ഇത് കിട്ടിയാൽ മതി. പിന്നെ ഇനി സമയമുണ്ടല്ലോ, ഇനിയിപ്പോ ഇരുന്ന് നിങ്ങൾ ചെയ്തോ. കുറച്ച് ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് ഇപ്പൊ ഒരു ദിവസം 4 ചാപ്റ്റർ അല്ലെങ്കിൽ 5 ചാപ്റ്റർ തീർക്കാൻ പറ്റും. അതിനനുസരിച്ച് അത്രയൊന്നും വേണ്ടല്ലോ. 28 ചാപ്റ്റർ അല്ലേ ഉള്ളൂ, ഇനിയുണ്ട് ദിവസങ്ങൾ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് പഠിച്ചാൽ മതി. നിങ്ങൾ ഒരു ദിവസം എത്ര ചാപ്റ്റർ തീർക്കാന്നുള്ളത്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ബാക്കിയെല്ലാം ഇരുന്ന് പഠിക്കുക. എക്സാം ഒക്കെ എല്ലാവരും നല്ലോണം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് എഴുതാനും. വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളുടെ ടീച്ചേഴ്സ് മാർക്കൊക്കെ പറയും. ബിനോയ് അതൊന്നും ടെൻഷൻ അടിക്കണ. ബിനോയ് ഇപ്പൊ നല്ലോണം ഇരുന്ന് പഠിച്ചോ, മാർക്കൊക്കെ അറിയാൻ പറ്റും. ഇതൊക്കെ അതിന്റെ ഫോർമൽ ആയിട്ട് നടക്കും. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. ഈ ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് ഒരു ടെൻഷനുള്ളൂ, അത് വേറെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ടെക്നോളജി അല്ലേ, പെട്ടെന്ന് തന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാ നമുക്ക് ക്ലാസ് 5 മിനിറ്റ് ഉണ്ട്. ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? വേറെ ഒന്നും ഇല്ലല്ലോ ഇനി നിങ്ങൾക്ക്? ഓക്കെ, ഇനി പഠിച്ചോട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ.